السلام عليكم ورحمة الله وبركاته. حسنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ليس اليتيم الذي قد مات والده، بل اليتيم يتيم العلم والأدب. ليس اليتيم الذي قد مات والده، بل اليتيم يتيم العلم والأدب. من كان مفتخرا بالمال والنسب، فإنما فخرنا بالعلم والأدب. വളരെ ആദരണീയമായ സദസ്സിൻ്റെയും നമ്മുടെ പുനർനിർമ്മിച്ച കാരമ്പത്തൂർ നൂറുൽ ഹുദ മദ്രസ സംവിധാനത്തിൻ്റെയും ഒക്കെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മളെ അനുഗ്രഹിച്ച ആദരണീയരായ അബ്ദുൽ ലത്തീഫ് ഫൈസി ഉസ്താദ് അവറുകളെ, നമ്മുടെ മഹത്തായ മദ്രസക്ക് സുദീർഘമായ കാലമായി സ്വദാരീയത്ത് കൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആദരണീയരായ അബൂബക്കർ നുജൂമി ഉസ്താദ് അവറുകളെ, ഇവിടെ സ്വാഗത ഭാഷണം നിർവഹിച്ച സെക്രട്ടറി ഷിഹാബ് ഒക്കെ സാഹിബ് അവറുകൾ, അതുപോലെ വേദിയിൽ സാന്നിധ്യം അറിയിക്കുന്ന ആദരണീയരായ മദ്രസയിലെയും പരിസരത്തെയും വളരെ ബഹുമാന്യരും ആദരണീയരുമായ ഉസ്താദുമാർ, പണ്ഡിത പ്രതിഭകൾ, ഇവിടെ നന്ദി പറയാനിരിക്കുന്ന ട്രഷറർ അബ്ദുള്ള അടക്കം നമ്മുടെ മഹല്ലത്തിൻ്റെയും മദ്രസയുടെയും ഒക്കെ പ്രസിഡന്റ് സെക്രട്ടറി പദങ്ങൾ അലങ്കരിക്കുന്ന ട്രഷറർ സ്ഥാനങ്ങളിലൊക്കെ നിലകൊള്ളുന്ന അഭിവന്യരായ വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ ഈ ഒരു പ്രദേശത്തെ നാട്ടുകാരെ, സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ മനസ്സിലെ ആഗ്രഹം പോലെ ഒരു മദ്രസയുടെ പുനർനിർമ്മാണ സാഹചര്യത്തിൽ പ്രസംഗിക്കുക എന്നതിലപ്പുറം തങ്ങളോടുകൂടെ ഒരു വേദി പങ്കിടാം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് ഞാനും ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഇവിടെ വന്നപ്പോഴാണ് തങ്ങളെ വരുന്നില്ല എന്ന വിവരം നമ്മൾ അറിയുന്നത്. സത്യത്തിൽ പ്രഭാഷണം നടത്താൻ വന്ന എൻ്റെ മനസ്സിൽ ഇത്ര സങ്കടമുണ്ടെങ്കിൽ ഇതിൻ്റെ സംഘാടകരായ പ്രവർത്തകരുടെ മനസ്സിൽ എത്രമാത്രം നീറ്റലുണ്ടാകും എന്നത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചറിയാം. എന്നാലും അല്ലാഹു തആല നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. വഫൗഖ തഖദീരിനാ ലില്ലാഹി തഖദീറു എന്നതാണ്. അൽഹംദുലില്ലാഹ്, ഞാനിവിടെ സുദീർഘമായ ഒരു പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രഭാഷണത്തിന്റെ സമയമേ അല്ലതാനും. മാത്രമല്ല, ഈ ഒരു അവസരത്തിൽ പല വിധങ്ങളായ ശുഗലുകളിലേക്ക് തിരിഞ്ഞു പോകേണ്ടവരാണ് നിങ്ങളൊക്കെ എന്നതുകൊണ്ട് നിങ്ങളാരെയും ഇവിടെ ഇരുത്തിയിട്ട് വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പലവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, ലോകം കടന്നു പോവാണ്. ഇന്നിപ്പോ
കേവലം 39 കിലോമീറ്റർ മാത്രം വീതിയും വിസ്താരവും ഉള്ള, കേവലം 12 കിലോമീറ്റർ വീതിയിൽ ആഴമുള്ള വെസലുകൾക്ക്, കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന പേർഷ്യൻ ഉൾക്കടലിനെയും ഒമാൻ ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഒരൽപ്പനേരം അടഞ്ഞു കിടന്നാൽ അങ്ങ് തലക്കൽ അമേരിക്ക മുതൽ ഇങ്ങേ തലയിൽ ഓസ്ട്രേലിയ വരെ, റഷ്യ വരെ എക്കോണമിയിലെ സാമ്പത്തിക നിലവാരത്തിൽ തകർന്നു പോകും. അത്രമാത്രമാണ് ലോകത്തിന്റെ ഒരു സാമ്പത്തിക നിലവാരം എന്ന് പറയുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. കേവലം 39 കിലോമീറ്റർ മാത്രം നീളമുള്ള അല്ലെങ്കിൽ വീതിയുള്ള ഹോർമുസ് കടലിടുക്ക് ഒരൽപ്പനേരം അടഞ്ഞു കിടന്നപ്പോഴേക്ക് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിലെ വില, ഓഹരി വിപണിയിലെ വില വരെ താഴേക്ക് 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 കൂപ്പുകുത്തുമാറ് കടന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് കടന്നുപോയ നമ്മുടെ നാട്ടുകാരായ ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ നമ്മുടെ നാടിന്റെയും നമ്മുടെ പ്രദേശങ്ങളുടെയും നമ്മുടെ ദീനീ ഇസ്സത്തിന്റെയും ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗങ്ങളിൽ ഉണ്ടായ പ്രവാസ ലോകത്തേക്കുള്ള നമ്മുടെ സഞ്ചാരമാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. നമ്മുടെ കഴിഞ്ഞുപോയ ഒരു തലമുറ ഇവിടെ ജീവിച്ചിരുന്ന വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കാണുന്ന എടുപ്പും പ്രസന്നതയും മോടിയും സന്തോഷവും നമ്മൾ ഈ കാണുന്ന ഉപരി വിപ്ലവങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഗൾഫിൽ നിന്ന് വന്ന പണത്തിന്റെ ഹുങ്കിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ അറിയുന്നത് വളരെ സങ്കടകരമായ വിവരങ്ങളാണ്. ഇവിടെ നിന്ന് ജോലി ആവശ്യാർത്ഥം പ്രവാസ ലോകത്തേക്ക് ചേക്കേറിയ പല ആളുകളുടെയും ജോലി നഷ്ടപ്പെട്ടു പോയി. ഇന്നലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ കമ്പനിയിൽ മൊത്തം 40 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ഞാനടക്കം മറ്റൊരു സ്റ്റാഫും, ഞങ്ങൾ 2 പേരെ അല്ലാതെ ബാക്കി 38 പേരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. UAE-യിലെ ദുബൈയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഫോൺ കോളാണത്. കൊറോണ കാലഘട്ടത്തിൽ ഗൾഫ് നാട്ടിൽ നിന്ന് ജോലിയില്ല നഷ്ടപ്പെട്ടു പോയപ്പോ നാട്ടിലേക്ക് വന്ന് കൊറോണ മാറിയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയ പലരും ഇന്നും ആ തിരിച്ചുപോക്ക് നടക്കാതെ നാട്ടിലൊരു ജോലിയും തരപ്പെടാതെ പ്രയാസപ്പെടുന്നത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ശമ്പളം പോലും ഇല്ലാതെ നമ്മുടെ പല പ്രവാസികളും അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അവർക്ക് ശമ്പളം ഇല്ല, ജോലി നിലച്ചു പോയിട്ടുണ്ട്. റൂമിന്റെ റെന്റ് സമ്പാദ്യത്തിൽ നിന്ന്, സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് റൂമിന്റെ റെന്റ് അടച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. ഒരു ചെറിയ കടലിടക്ക് അടക്കപ്പെടുമ്പോഴേക്ക്, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടം വരുമ്പോഴേക്ക് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ താഴേക്ക് തകിടം മറിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ആത്മീയമായ പ്രസരിപ്പിന്റെ ഒരു കാരണം ഗൾഫ് പണം കൂടിയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് പരിശുദ്ധമായ ദീന് വളരെ മനോഹരമായിട്ട് സാമ്പത്തിക രംഗത്തുള്ള വിദ്യാഭ്യാസത്തെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രംഗം പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾ കാണേണ്ടതുണ്ട്. സൂറത്തുൻ നിസാ ആയത്ത് നമ്പർ 4 അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا ولا تؤتوا السفهاء വിഡ്ഢികളായ ആളുകളുടെ കയ്യിൽ, മൂഢന്മാരായ ആളുകളുടെ കയ്യിൽ, വിവരമില്ലാത്തവരായ ആളുകളുടെ കയ്യിൽ നിങ്ങൾ പണം കൊണ്ടുപോയി ഏൽപ്പിക്കരുത്. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما. അല്ലാഹു സമ്പത്തിനെ അവിടെ വിശേഷിപ്പിക്കുന്നത് പോലും ഖിയാം, നിലനിൽപ്പിന്റെ ആധാരം എന്നതാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ പണം നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ പണം നിങ്ങൾ വിവരമില്ലാത്തവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കരുത്. ആരാണ് ഈ സുഫഹാ? ലോകത്തുള്ള മുഫസ്സിരീങ്ങൾ എല്ലാം സുഫഹായിന് കൊടുത്ത വിശദീകരണം എന്താണ്? വലാ തുഉത്തു സുഫഹാ. ഇതിങ്ങനെ
പൊതുവായ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നതിനപ്പുറം നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത്. നിങ്ങൾ മൂഢന്മാരായ ആളുകളുടെ കയ്യിൽ, വിവരമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിങ്ങൾ പണമേൽപ്പിക്കരുത്. ആരാണ് ഈ സുഫഹ? അതിന്റെ അർത്ഥം മഹാന്മാരായ മുഫസ്സിരീങ്ങളെല്ലാം കൊടുത്തത് അന്നിസാഉ വസ്സുബിയാൻ എന്നതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത്, എന്താണ് പണത്തിന്റെ മൂല്യം എന്നറിയാത്ത നിങ്ങളുടെ ഭാര്യമാരുടെയും നിങ്ങളുടെ മക്കളുടെയും കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് പണം ഏൽപ്പിക്കരുത്. വീട്ടിലെ ചെലവ് നീ അങ്ങ് നടത്തിക്കോ എന്ന് പറഞ്ഞ്, മോനെ നിന്റെ കാര്യങ്ങളൊക്കെ നീ അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ് പണം നിങ്ങൾ ഏൽപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തണമെന്നല്ല, പണത്തിന്റെ മൂല്യം എന്താണെന്ന് അറിയാത്തവരുടെ കയ്യിൽ പണം കൊടുക്കരുത്. പിന്നെയോ നിങ്ങളായി ചെലവ് നടത്തണം. ആവശ്യമുള്ള ഡ്രസ്സ് നിങ്ങൾ എടുത്തു കൊടുക്കണം. നിങ്ങൾ ഇതെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നല്ലത് പറഞ്ഞവരെ പഠിപ്പിച്ചു കൊടുക്കണം. കുടുംബത്തിന് സാമ്പത്തികമായ അധ്യാപനം പോലും നടത്തണം എന്ന് പരിശുദ്ധമായ ദീന് നമ്മളോട് പറയണം. നമ്മുടെ തലമുറകൾക്ക്, വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിന് സാമ്പത്തികമായ ദീനീ ബോധം പോലും, സാമ്പത്തികമായ അച്ചടക്കം പോലും പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ ദീനാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ വിദ്യാഭ്യാസത്തെ ദീനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ വളരെ പ്രധാനമായ ഭാഗങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മുടെ മുൻഗാമികളായ ആളുകൾ എന്തിന് 1947 ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതോടുകൂടെ ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കിയിരുന്ന മദ്രസ വിദ്യാഭ്യാസം നിർത്തലാക്കപ്പെടും എന്ന ഭയത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പേ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഇങ്ങനെ ഒരു മതവിദ്യാഭ്യാസ സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചത്. ആ ആലോചനയുടെ ഫലമാണ് നമ്മളൊക്കെ 1911 ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇക്കഴിഞ്ഞ 2012 ദാറുൽ ഹുദയിൽ ചെമ്മാട് വെച്ച് നടന്ന ഒരു മഹല്ല് ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരള മോഡൽ മഹല്ലുകളെ എങ്ങനെ കേരളത്തിന്റെ പുറത്തുകൂടി നടപ്പിലാക്കാൻ പറ്റും എന്നത് പഠിപ്പിക്കാൻ ഉത്തരേന്ത്യയിൽ നിന്ന് ക്ഷണിച്ചു വരുത്തിയ ഒരുപാട് പ്രതിനിധികൾക്ക് മുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാര് ക്ലാസ് എടുത്തു കൊടുക്കുക. ആ ക്ലാസ്സിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ വർത്താനം, ഏകദേശം ഒരു 10 വർഷം മുമ്പ് ഇതേ നാട്ടിലേക്ക് ഞാൻ എന്റെ ഹൈദരാബാദിൽ നിന്ന്, എന്റെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറി വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ കേരളത്തിലേക്ക് വന്നത് മഹല്ല് പ്രൊജക്ട് പഠിക്കാനല്ല. അന്ന് ഞാൻ വന്നത് ശബരിമലയിൽ ഒന്ന് പോയി തൊഴാനാണ്. എന്റെ ഹൈന്ദവ സുഹൃത്തുക്കളോടുകൂടെ കറുത്ത മുണ്ടുടുത്തിട്ട് കറുത്ത ഷാളും പൊതച്ചിട്ട് ഞാനും കയറിയിട്ടുണ്ട്. 12 അടി ആ നടയും കയറിയിട്ട് എന്റെ സുഹൃത്തുക്കളോടുകൂടെ അയ്യപ്പ ഭക്തന്മാരുടെ കൂടെ ഞാനും യാത്ര ചെയ്തിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. ഇന്ന് ഇങ്ങനെ ഒരു മദ്രസ, കേരളീയ മോഡലിൽ ഒരു മദ്രസ കൊണ്ടുപോയിട്ട് ആന്ധ്രാപ്രദേശിൽ അപ്ലൈ ചെയ്യപ്പെട്ടിട്ട് ഏകദേശം 10-20 കൊല്ലം തികയുന്നേ ഉള്ളൂ. ആ 10-20 കൊല്ലം കൊണ്ട് ആ നാട്ടിലുണ്ടായ ഒരു മാറ്റം ആ മനുഷ്യൻ പറയാണ്, ഇന്ന് എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, ഒരു മതത്തിന്റെ ആചാരം മറ്റൊരു മതത്തിന് പാടില്ല എന്ന് എനിക്ക് ഇന്നറിയാം, അന്ന് എനിക്കതറിയില്ലായിരുന്നു എന്ന് വികാരധീനനായിട്ട് പ്രസംഗിച്ചു പോയ ആ ഒരു സഹോദരന്റെ വാക്കിൽ നിന്ന് കേരളീയ തനിമത്വത്തിന്റെ, കേരളീയ പശ്ചാത്തലത്തിലുണ്ടായി മാറ്റത്തിന്റെ കാര്യം എന്താണ്? ഇവിടെ നമുക്ക് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി തന്നു എന്നുള്ളത്. ആ ഒരു സംവിധാനത്തിന്റെ സൗകുമാര്യതയിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തലമുറ അടുത്ത തലമുറയോട് ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് അവര് ദീനീ ബോധം അവർക്ക് കൈമാറ്റം നടത്തുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ അഅറാഫിലെ 38-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നാരകീയമായ ശിക്ഷയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന സമൂഹങ്ങളോട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്. ഖാൽ, അല്ലാഹു പറയാണ്,
ഉദ്ഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസ്. നിങ്ങളുടെ മുൻഗാമികൾ കടന്നുപോയ നാരകീയമായ നരകത്തിന്റെ ശിക്ഷയിലേക്ക് നിങ്ങളും കടന്നു പോവുക. തെറ്റ് ചെയ്തവരായ ആളുകൾ, അധർമ്മത്തിന്റെ വഴിയിലൂടെ കടന്നുപോയ ആളുകളോട് അല്ലാഹു അവിടെ വെച്ച് പറയാണ്, ഉദ്ഖുലൂ, നിങ്ങളും കടന്നു പോവുക, ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസി ഫിന്നാർ. നിങ്ങളും നരകത്തിലേക്ക് കടന്നു പോവുക, നിങ്ങളും നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിന് ഖുർആൻ ഇങ്ങനെ അടിവരയിട്ട് പറയാണ്, കുല്ലമാ ദഖലത് ഉമ്മ, ഓരോ ജനറേഷനുകളായി നരകത്തിലേക്ക് അവരിങ്ങനെ കടന്നു പോകുമ്പോൾ, കുല്ലമാ ദഖലത് ഉമ്മത്തുൻ ലഅനത് ഉഖ്തഹാ, ഒരു ജനറേഷൻ അതിന്റെ തൊട്ടു മുമ്പുള്ള ജനറേഷനെ ലഅനത്ത് ചെയ്തുകൊണ്ടാണ് നരകത്തിലേക്ക് കടന്നു പോവാനാണ്. എന്ന് പറഞ്ഞാൽ 2020 നൂറ്റാണ്ടിലെ ആളുകളോട് നരകത്തിലേക്ക് കടക്കാൻ പറയുമ്പോൾ അവര് പറയുന്നത്, പടച്ചവനെ, ഞങ്ങളുടെ തൊട്ടു മുമ്പ് ജീവിച്ച 2000 ആണ്ടുകളിൽ ജീവിച്ച ഞങ്ങളുടെ മുൻഗാമികളായ ആളുകളെ നീ ശപിച്ചു കളയണം. ഓരോ നൂറ്റാണ്ടുകാരും അല്ലെങ്കിൽ ഓരോ തലമുറകളും അവരുടെ തൊട്ടു മുമ്പുള്ള തലമുറകളെ ലഅനത്ത് ചെയ്തുകൊണ്ടാണ് നരകത്തിലേക്ക് കടന്നു പോവുക. എന്നിട്ടോ അങ്ങനെ എല്ലാവരും നരകത്തിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അല്ലാഹു പറയാണ്, ഖാലത്ത് ഉഖറാഹും ലിഉലാഹും, അവസാനം വന്ന ജനറേഷൻ തൊട്ടു മുമ്പ് വന്ന ജനറേഷനോട് പറയുന്ന വർത്തമാനം ഇതാണ്, റബ്ബനാ ഹൗലാഇ അദല്ലൂനാ, പടച്ചവനേ, ഇവരാണ് ഞങ്ങളെ വഴിപിടപ്പിച്ച ആളുകൾ എന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വയം വഴിപിടച്ചതല്ല, ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഇവരല്ലയോ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടിയിരുന്നത്. അവർ പറഞ്ഞു തരേണ്ടത് പലതും ഞങ്ങൾക്ക് പഠിപ്പിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണം അല്ലാഹ്. ഓരോ തലമുറകളും തൊട്ടു മുമ്പുള്ള തലമുറകളെ ആക്ഷേപിക്കുന്ന ഒരു രംഗമുണ്ട്. നരകത്തിലേക്ക് കടന്നു പോകുന്ന രംഗമാണത്. അപ്പൊ ഓരോ തലമുറയും അടുത്ത മുമ്പുള്ള തലമുറയെ കുറ്റം പറയുന്ന രംഗമാണത്. മക്കള് പിതാക്കളെ തള്ളിപ്പറയുന്ന സമയം മാതാക്കളെ തള്ളിപ്പറയും. സ്നേഹം കൊടുത്ത് വളർത്തിയ പിതാവും മാതാവും ഒക്കെ മക്കളിൽ നിന്ന് ആക്ഷേപമേൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണത്. എപ്പോ മതകീയമായ ചിട്ടവട്ടങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, നിർബന്ധമായും ഒരു പിതാവും മാതാവും മക്കൾക്ക് പഠിപ്പിക്കേണ്ട 3 ജ്ഞാനങ്ങളെ കുറിച്ച് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, മക്കൾക്ക് ഫിഖ്ഹിന്റെ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ ഇബാദത്തുകളൊക്കെ ചെയ്യണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, ഇതൊക്കെ ഫിഖ്ഹിയായ വിജ്ഞാനങ്ങളാണ്. എങ്ങനെ വുളു എടുക്കണം, എങ്ങനെ നിസ്കരിക്കണം. ഞാൻ ഈ അടുത്ത് പട്ടാമ്പിയില് ബസ് ഇറങ്ങിയപ്പോ അസറിന്റെ നേരം ഇങ്ങനെ കഴിയാം, അസറിന്റെ നേരം വൈകിട്ട്. അപ്പൊ ഞാൻ എന്റെ കൂടെ ബസ് ഇറങ്ങിയ +2 പഠിക്കുന്ന ഒരു മോനാ തോന്നുന്നു. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ നീ പള്ളിയിലേക്ക് വരുന്നോ, നിസ്കരിക്കാം. അപ്പൊ ആ കുട്ടി പറഞ്ഞു, സാറേ ഞാന് മൂത്രമൊഴിച്ചിട്ട് മനോഹരിച്ചിട്ടില്ല. സ്കൂളിൽ അങ്ങനെ മൂത്രമൊഴിച്ചിട്ട് ഞങ്ങൾ മനോഹരിക്കുന്ന സിസ്റ്റം ഇല്ല, അതുകൊണ്ട് എന്റെ പാന്റിലൊക്കെ നജസാണ്. നജസ്സുമായിട്ട് പള്ളി കയറിയ ഹറാമ് വരൂലേ? നജസ്സുമായിട്ട് പള്ളി കയറിയ ഹറാമ് വരുന്ന മോനറിയാം. അസ്ർ നിസ്കരിക്കാതിരിക്കൽ ഹറാമാണ് എന്നുള്ള ബോധ്യം അവനില്ലതാനും. വല്ലാത്തൊരു അത്ഭുതമാണ്. സമൂഹത്തിൽ നിന്ന് നമസ്കാരം മെല്ലെ മെല്ലെ എടുത്തെറിയപ്പെട്ടു പോവാൻ. ഏത് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കടന്നുപോയോക്ക്, ബീച്ചിലേക്ക് നിങ്ങൾ കടന്നുപോയേക്ക്, മുസ്ലിം ഉമ്മത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മഗ്രിബിന്റെ നേരത്ത് അവിടെ ഇരിക്കുന്ന ആളുകൾ ഇശായിന്റെ നേരായിട്ട് അവിടെ പോയിട്ടില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഇരിക്കുന്ന നിഖാബ് വരെ ഇട്ട ഉമ്മമാരുണ്ട്, അവിടെ ഹിജാബ് ഇട്ട് വരുന്ന ഉമ്മമാർ, നല്ല പർദ്ദയും മഫ്തയൊക്കെ കുത്തി വരുന്ന വലിയ വലിയ പ്രായമായ മനുഷ്യന്മാരും മനുഷ്യത്യാളൊക്കെ മഗ്രിബ് നിസ്കരിക്കുക എന്ന ശീലം മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് നിസ്കരിക്കാതിരിക്കുക എന്നതിന് മാതൃക തീർക്കാൻ.
അവിടെയാണ് മഹാനായ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇബ്രാഹിം നബി തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിലേറെ തന്റെ തലമുറകൾക്ക് വേണ്ടി ദുആ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബി ചെയ്ത ഒരു ദുആ എന്താണ്? റബ്ബന ജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമാ. പടച്ചവനെ, എന്നെയും എന്റെ മോൻ ഇസ്മായിലിനെയും നീ നല്ല മുസ്ലിമീങ്ങളാക്കണം അല്ലാഹ്. ഞങ്ങളുടെ പരമ്പരയിൽ നീ മുസ്ലിം പാരമ്പര്യത്തെ നിലനിർത്തണം അല്ലാഹ്. മുസ്ലിം പാരമ്പര്യം ശരിക്കും നമ്മളൊക്കെ എപ്പോഴും ദ്വേർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ അറിയോ, പുതിയൊരു തലമുറയിൽ ഇസ്ലാം വിട്ടോടിപ്പോകുന്ന ആളുകൾ കൂടിക്കൊണ്ടിരിക്കാൻ. മോളെ, നീ പോകുന്നത് വിവാഹിതയായി മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയ പെൺകുട്ടിയെ ഒരു മഹല്ലത്തിലെ ഖത്തീബ് വിളിച്ച് ഉപദേശിക്കാണ്. മോളെ, നീ പോയത് ഒരു മുസ്ലിമിന്റെ കൂടെയാണെങ്കിൽ ബാപ്പായോട് നിക്കാഹ് ചെയ്ത് തരാൻ വേണ്ടി പറയായിരുന്നു. നീ പോയത് ഒരു ഇസ്ലാം. അപ്പോഴാ പെൺകുട്ടി പറയണം, ഉസ്താദേ, ഇസ്ലാം ഒക്കെ കേരളത്തിലല്ലേ, ഇതിന്റെ പുറത്താണ് പോയ എന്റെ ഇസ്ലാം. ആ ഒരു തലത്തിലേക്ക് നീങ്ങാൻ. അവിടെയാണ് റബ്ബന ജഅൽനാ മുസ്ലിമൈന ലക, പടച്ചവനെ എന്നെയും എന്റെ പൊന്നു മോൻ ഇസ്മായിലിനെയും നീ മുസ്ലിമീങ്ങളാക്കണമല്ലാ. തീർന്നില്ല, വമിൻ ദുർരിയതിനാ, ഞങ്ങളുടെ അടുത്ത ജനറേഷനുകളെയും ഉമ്മത്തൻ മുസ്ലിമാ, മുസ്ലിമീങ്ങളാക്കി നിലനിർത്തണം അല്ലാഹ്. ഇതാണ് ദുആ. മുസ്ലിമീങ്ങളാക്കി എന്റെ തലമുറകളെ നിലനിർത്തണം. ഇബ്രാഹിം നബി നടത്തിയ ദുആയാണ്. ഞാന് ഏകദേശം ഒരു 3 മാസം മുമ്പ് കൊപ്പം പള്ളിയിൽ ഒരു നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ചടങ്ങുണ്ടായി. നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് എറണാകുളത്തുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് എന്റെ മഹല്ലത്തിലുള്ള ഒരു പെൺകുട്ടി പ്രണയത്തിലാണ്. പഠിക്കാൻ വേണ്ടി പോയി. എറണാകുളത്ത് വാപ്പ പഠിക്കാൻ വേണ്ടി വിട്ടു. ആ കുട്ടി അവനുമായിട്ട് പ്രണയത്തിലായി. അവന്റെ കൂടെ ഒളിച്ചോടി ഇറങ്ങിപ്പോയി. അവന്റെ വീട്ടിൽ പോയപ്പോ എറണാകുളം ജില്ലയിലെ മഹല്ല് കമ്മിറ്റി അവര് യോഗം ചേർന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറ്റൂല, നമ്മുടെ നാട്ടില് നമ്മൾ അറിഞ്ഞിട്ടൊരു വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ നാട്ടിലെ ഖത്തീബിനെയും മഹല്ല് കമ്മിറ്റിയും ബന്ധപ്പെട്ടിട്ട് നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് എന്നോട് വിളിച്ചു. നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ബാപ്പയോട് പറയണമെന്ന് പറഞ്ഞു. ബാപ്പ സമ്മതിച്ചു. നിക്കാഹ് ചെയ്തു കൊടുത്തോളാന്ന് ബാപ്പ സമ്മതിച്ചു. അങ്ങനെ പുതിയാപ്പിളയും കൂട്ടിയിട്ട് എറണാകുളം മഹല്ലത്തിൽ നിന്ന് അവിടെ നിന്ന് ഒരു സെക്രട്ടറി, ഈ ചെറുപ്പക്കാരന്റെ 2-3 സുഹൃത്തുക്കൾ, അങ്ങനെ ഏകദേശം ഒരു 7 പേര് ഇരുന്നിട്ട് ഞങ്ങൾ നിക്കാഹ് നടത്തുക. ബാപ്പയുടെ കൂടെ ആരുമില്ല, ബാപ്പയും എളാപ്പയും മാത്രം. ഈ ബാപ്പ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സീഗ സവ്വജ്തുക, ഞാൻ കെട്ടിച്ചു തന്നു എന്നുള്ള സീഗ അങ്ങനെ പറഞ്ഞിടുമ്പോ ഈ മനുഷ്യൻ കരയാൻ, വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് പറഞ്ഞു. എന്നാലും ഉസ്താദേ, എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ സമ്പാദിച്ച് എന്റെ മോളെ ഞാൻ പൊന്നുപോലെ കെട്ടിച്ചു വിടേണ്ടയാളാണ്. എന്റെ വീട്ടിൽ നടക്കേണ്ട എത്ര നല്ലൊരു സന്തോഷത്തിന്റെ ചടങ്ങാണില്ലാതെ പോയത്. എന്റെ കുടുംബത്തിൽ എത്ര ആള് പങ്കെടുക്കേണ്ട നിക്കാഹാണ്. ഞാനും എന്റെ അനുജനും മാത്രമാണ് ഈ പള്ളിയിൽ. കേവലം 7 പേര് മാത്രമാണ് ഞങ്ങൾ അന്ന് നിക്കാഹിൽ ഇരുന്നത്. അപ്പൊ അയാൾ ഇങ്ങനെ സങ്കടപ്പെട്ട് വിങ്ങിപ്പൊട്ട്. ആ സമയത്ത് എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന മഹല്ലത്തിന്റെ സെക്രട്ടറി ഈ ബാപ്പയുടെ പുറത്തിങ്ങനെ തട്ടിയിട്ട് ചെവിയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. കരഞ്ഞുകൊണ്ടിരുന്ന പിതാവിന്റെ മുഖം സന്തോഷായി. അപ്പൊ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ എന്തിനാ മനുഷ്യ കരയുന്നത്? സത്യത്തിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. എന്റെ മഹല്ലത്തിലുണ്ട് 3-4 വാപ്പമാര്. ആ വാപ്പാര് പറയുന്ന വർത്താനം എന്താ അറിയോ? കുട്ടി പോയത് ഒരു മുസ്ലിമിന്റെ കൂടെ ആണെങ്കിൽ സവ്വജത്തുക്കാന്ന് നിക്കാഹ് ചെയ്തു കൊടുക്കായിരുന്നു. പോയത് മുസ്ലിമിന്റെ കൂടെ അല്ലല്ലോ, ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ച് നടക്കുന്ന 3 വാപ്പമാര് എന്റെ മഹല്ലത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് സീറ ചൊല്ലി കൊടുക്കാനും കെട്ടിച്ചു കൊടുക്കാനും പറ്റുമല്ലോ. എന്നെങ്കിലും അവരെ നന്നായിട്ട് വാപ്പാന്റെ അടുത്തേക്ക് ആ മകള് വരുമ്പോ നിങ്ങൾക്ക് സ്വീകരിക്കുകയും ചെയ്യാലോ. നിങ്ങൾ കുട്ടിയൊക്കെ കുഴപ്പമില്ലല്ലോ, തലമുറമായി മാറിപ്പോകുന്നില്ലല്ലോ. അപ്പൊ പിതാവ് ചിരിച്ചു. അത് സത്യമാണ്. ഇതാണ് കാലഘട്ടത്തിന്റെ ഒരു സഞ്ചാരം. ഈ ഒരു പദത്തിലേക്ക് നീങ്ങാൻ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ട വിജ്ഞാനമാണിത്. മതകീയമായ വിജ്ഞാനങ്ങളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കണം. അല്ലെ, മതത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യം ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ മാഊനിന്റെ തഫ്സീറിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്.
നബിയെ, ആരാണ് ദീനിനെ കളവാക്കുന്നയാളെന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരട്ടെയോ? അവിടെ ദീൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കൊണ്ടുവന്നിട്ട് പറയാണ്, എന്നതുകൊണ്ട് ഇനി ദീൻ എന്ന് തന്നെ ഉദ്ദേശിച്ചാലും കുഴപ്പമില്ല. മതം, മതത്തെ കളവാക്കുന്നയാൾ ആരാണ്? ഒരു സൽപ്രവർത്തനത്തിനും മുന്നിട്ടിറങ്ങാൻ പറ്റാത്ത ആളുകൾ ആരായിരിക്കും? ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ആളുകളായിരിക്കും. നിരീശ്വരവാദികൾ, അവർക്ക് എന്ത് നന്മയാ ലോകത്ത് ചെയ്യാൻ പറ്റും? ആഖിറത്തിൽ ഒരു ഉപകാരത്തെ പ്രതീക്ഷിക്കാനില്ല, മരണശേഷം ഒരു നന്മയെ പ്രതീക്ഷിക്കാനില്ല. എന്ത് നന്മയാണ് അവർ ലോകത്ത് ചെയ്യുക? നമ്മൾ ചെയ്യുന്ന നന്മകളുടെ ലക്ഷ്യം എന്താ? അല്ലേ, ഇവിടെ സയൻസ് പഠിപ്പിക്കേണ്ട, ശാസ്ത്രം പഠിപ്പിക്കൂലേ? രണ്ട് തന്മാത്രകൾ ഒരുമിച്ച് കൂടിയാൽ, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയാൽ വെള്ളത്തിന്റെ ഒരു തന്മാത്ര രൂപാന്തരപ്പെടുകയാണ്. H2O ആണ് വെള്ളത്തിന്റെ സാങ്കേതിക നാമം. അങ്ങനെയാണ്, രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂട്ടിയിട്ട് വെള്ളം ഉണ്ടാക്കാൻ പറ്റുന്ന. പക്ഷെ ഇന്ന് വരെ അങ്ങനെ വെള്ളം ഉണ്ടാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി വെള്ളത്തിന്റെ ഒരു രാസനാമം എന്ന് പറയുന്നത് H2O ആണ്. എന്നാൽ അത് പഠിപ്പിക്കാൻ മതത്തിന് കഴിയില്ല, മതം അങ്ങനെ പഠിപ്പിക്കില്ല. പിന്നെ മതം പഠിപ്പിക്കുന്നത് എന്താണ്? നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ച് കഴിക്കുന്നത് പടച്ചവന് ഇഷ്ടമല്ല. യാ അബാദർ ഇദാ തബഖത മറഖതൻ ഫഅക്സിർ മാഅഹാ വതആഹദ് ജിറാനക. അബൂദർവേ, വീട്ടിൽ നിങ്ങൾ കറി വെക്കുമ്പോൾ ഒരൽപ്പം കൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് അയൽവാസിയായ ആളുകൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ. നിന്റെ അയൽവാസി ഏതു മതസ്ഥനാണെന്ന് നീ നോക്കരുത്, മനുഷ്യരെ എല്ലാം നീ സഹായിക്കണം. പറയാം, മതത്തിനേ കഴിയുള്ളൂ. ലോകത്ത് പലവിധങ്ങളായ മിഷനറികൾ കണ്ടെത്താൻ ലോകത്തിന് കഴിയും, അല്ലെ? എല്ലാം കണ്ടെത്താൻ കഴിയും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന്, താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു ബാപ്പയുടെ ജനാസ ആരും സ്വീകരിക്കാനില്ലാതെ കടന്നത് നമ്മളിങ്ങനെ ആലോചിക്കാൻ. എത്രയോ വാപ്പമാർ, എത്രയോ ഉമ്മമാർ വഴിയരികിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവർ. ആ ഒരു കണക്കിന്റെ ലിസ്റ്റ് ഇങ്ങനെ പുറത്തു വരുമ്പോ മലബാർ ഏരിയ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായി കിടക്കുന്നു എന്നത് എന്തുകൊണ്ടാണ്? ഈ മലബാറിലാണ് ഏറ്റവും കൂടുതൽ മദ്രസകൾ ഉള്ളത് എന്നത് തന്നെയാണ് അതിന്റെ കാരണം, അല്ലേ? എന്തുകൊണ്ട് വാർദ്ധക്യ സഹചരായ മാതാപിതാക്കളെ കൊണ്ടുപോകുന്ന ഏജ് ഹോമുകൾ എന്തുകൊണ്ട് മലബാറിൽ കുറവ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മദ്രസ ഉള്ളത് മലബാറിലാണ് എന്ന് തന്നെയാണ് അതിന്റെ മറുപടി, അല്ലേ? അതല്ലാതെ എന്ത് മാറ്റാണ് അതിലുള്ളത്? എന്താണ് അതിന്റെ മാറ്റം? ദീനിയ. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തഖുല്ലഹുമാ ഉഫിൻ. നിന്റെ മാതാപിതാക്കളോട് നീ അനാവശ്യമായി ഒരു വാക്ക് പോലും നീ പറയാൻ പാടില്ല. ഈ അടുത്ത് നമ്മുടെ വളാഞ്ചേരിക്കടുത്ത് ഒരു ഉൽപ്പതിഷ്ണു മനുഷ്യൻ പ്രസംഗിച്ചു പോയി. ഒരു പിന്നെ ലിബറലിസത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകൻ പ്രസംഗിച്ചു പോയി. നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ തലമുറക്കോ നിങ്ങളുടെ അധ്യാപകർക്കോ നിങ്ങളെ നിർദ്ദേശിക്കാനോ നിങ്ങളെ നിലക്ക് നിർത്താനോ നിങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനോ ഒരു അധികാരവും ഇല്ല. They are only carry bags. അയാൾ പ്രസംഗിച്ചത് അങ്ങനെയാണ്. ഒരു ഉദാര ലൈംഗികവാദി, ഒരു ഉദാര പിന്നെ നിരീശ്വരവാദിയുടെ പ്രസംഗം അങ്ങനെയാണ്. അദ്ദേഹം പറയാണ്, പിന്നെ they are carry bags. നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കവറുകളാണ്, ക്യാരി ബാഗുകളാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? മാതാപിതാക്കൾ ക്യാരി ബാഗുകളാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മള് ഒരു ഷോപ്പ് പോയിട്ട് 1 കിലോ ഉള്ളി വേണമെന്ന് പറഞ്ഞാൽ ഉള്ളി വാങ്ങിയിട്ട് നീ ആ ഉള്ളി വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തൽക്കാലം ഒരു പ്ലാസ്റ്റിക് കവർ നമ്മളെ കയ്യിൽ തരും. ആ കവറിലിട്ടിട്ട് ഉള്ളി വീട്ടിലെത്തിയാൽ ഉള്ളിക്കൊട്ടയിലേക്ക് ഉള്ളി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കവറിന്റെ സ്ഥാനം എങ്ങോട്ടാ? അത് പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറിന്റെ കൊട്ടയിലേക്ക് ഒഴിവാക്കാൻ. ഇതാണ് മാതാപിതാക്കൾ ചെയ്ത ഉത്തരവാദിത്വം എന്നാണ് പുതിയ തലമുറയോട് ലിബറലൈസേഷന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
മാതാവിനും പിതാവിനും നിന്നെ ഉപദേശിക്കാൻ അർഹതയില്ല. അവര് താൽക്കാലികമായ വൈകാരികത തീർത്തപ്പോ ജനിച്ചതാണ് നീ. അതുകൊണ്ട് നിന്നെ നിയന്ത്രിക്കാൻ അവർക്ക് അവകാശമില്ല. അവർ ക്യാരി ബാഗുകളാണ്. എന്താ ക്യാരി ബാഗ്? 9 മാസം കവറിൽ ഉള്ളി കൊണ്ടെന്ന പോലെ അമ്മ തൽക്കാലം ഭൂമിയിലേക്ക് ജനിപ്പിച്ചിടാൻ എന്നെ വയറ്റിൽ കൊണ്ടു നടന്നു എന്നത് മാത്രമേ അവർക്ക് അവകാശമുള്ളൂ. എന്നാലോ ദീന് പറയുന്നത് എന്താണ്? ഗർഭം ചുമന്നത് 10 മാസം തന്നെയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? നിന്റെ മാതാവിനോടാണ്, മാതാവിനോടാണെന്ന് 3 തവണ പറഞ്ഞ് 4ാമത് നിന്റെ പിതാവിനോടാണെന്ന് പറയുമ്പോൾ മഹാന്മാർ അതിന് പറഞ്ഞ കാരണം അതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതോടുകൂടെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് മാതാപിതാക്കളോട് നന്ദി കാണിക്കാനാണ്. പടച്ചവനോട് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉടനെ അള്ളാഹു പറഞ്ഞത് എന്താ? അനിഷ്കുർലീനി, എന്നോട് നന്ദി കാണിക്കണേ. എന്നോട് മാത്രല്ല, വലി വാലിദൈ, എന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കണേ. ഈ മതകീയമായ മൂല്യങ്ങളെ സമൂഹത്തിൽ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടണം, അതിങ്ങനെ പഠിപ്പിക്കപ്പെടണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി തന്റെ തലമുറക്ക് വേണ്ടി ദുആ ചെയ്തത്. അവിടെയാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നത്, പിതാക്കളെ, ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പണമല്ല, വസ്ത്രമല്ല, ആരോഗ്യത്തിനുള്ള നട്സുകളല്ല, അതിനുള്ള സംവിധാനങ്ങളെല്ലാം കൊടുക്കുന്നതിലപ്പുറം പിതാവ് മരിച്ചുപോയ, മാതാവ് മരിച്ചുപോയ മക്കളെ കുറിച്ചല്ല ശരിക്കും യതീമെന്ന് വിളിക്കേണ്ടത്. കാരണം എന്താണ്? ബാപ്പ മരിച്ചുപോയ മക്കളെ കുറിച്ചാണ് യതീമെന്ന് വിളിക്കേണ്ടതെങ്കിൽ ലോകത്ത് യതീമീങ്ങളായ പലരും വലിയ ചരിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമല്ലേ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 2 വയസ്സിന്റെ മുമ്പേ പിതാവ് മരണപ്പെട്ടു പോയ യതീമല്ലേ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു യതീമല്ലേ? എത്ര യതീം മക്കളുണ്ട്, അവരെല്ലാം ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങളായി മാറിയില്ലേ? ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദു, ബാപ്പ മരിച്ചുപോയവരെ നിങ്ങൾ യതീമെന്ന് വിളിക്കണ്ട. ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി, നൽകപ്പെടേണ്ട ദീനീ വിജ്ഞാനവും അദബും ഇല്ലാത്ത ആളുകളാണ് യതീമീങ്ങൾ എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ അനാഥകൾ എന്ന് വിളിക്കേണ്ടത്. അപ്പൊ ബാപ്പമാര്, ഉമ്മമാര് പ്രധാനമായി മക്കൾക്ക് കൊടുക്കേണ്ടത് ആത്മീയമായ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി തന്റെ സമുദായത്തിന് വേണ്ടി, തന്റെ പരമ്പരകൾക്ക് വേണ്ടി ദുആ ചെയ്ത 2ാമത്തെ ദുആ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി, പടച്ചവനെ എന്നെയും എന്റെ തലമുറകളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണം അല്ലാഹ്. ഇബ്രാഹിം നബി തലമുറകൾക്ക് വേണ്ടി നടത്തിയ ദുആ, എന്നെയും എന്റെ തലമുറകളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണം അല്ലാഹ്. അവര് നന്മകളിലൂടെ, പരിശുദ്ധമായ ദീനീ വിജ്ഞാനങ്ങളിലൂടെ അവരെ വളരണം, അത് പഠിപ്പിച്ചു കൊടുക്കണം. നോക്കൂ നിങ്ങള്, ഇന്നിപ്പോ നമ്മള് പലരും യാസീൻ ഓതിയിട്ടുണ്ടാവും, ഖുർആൻ ഓതി. ഇന്ന് രാവിലെ സുബഹിക്ക് ശേഷം പലരും ഖുർആൻ ഓതി. ഇന്നലെ രാത്രി നമ്മൾ ഖുർആൻ ഓതി, ഇന്ന് ദുഹറിന്റെ ശേഷം ഖുർആൻ ഓതി. നമ്മൾ ഈ ഓതുന്ന ഖുർആനിന്റെ ഒരു മിസ്ല സവാബ് നമ്മൾ അറിയാതെ കടന്നു പോകുന്ന, അനുഭവിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? മദീന മുനവ്വറയിലോ മക്ക മുകറമയിലെ ഏതോ അറിയപ്പെടാത്ത ഒരു ഖബർസ്ഥാനിൽ കിടന്നുറങ്ങുന്ന മഹാനായ മഹദിയായ ഉമ്മു സൈദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരി. നമ്മൾ ലോകത്ത് ആര് ഖുർആൻ ഓതിയാലും ആ ഖുർആനിന്റെ മിസ്ല സവാബ് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഉമ്മ ഉണ്ട്. അവരുടെ ഖബർ എവിടെയാന്ന് പോലും നമുക്കറിയില്ല. അതാരാണ്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണത്. ആരാണ് ഈ സയ്യിദ് റളിയല്ലാഹു അൻഹു? ഖുർആൻ ക്രോഡീകരിക്കാൻ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 70ഓളം ഹാഫിളീങ്ങൾ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു പോയപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞത്, സിദ്ദീഖേ, നമുക്ക് ഖുർആനിനെ ക്രോഡീകരിക്കണമല്ലോ. ഹാഫിളീങ്ങൾ ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ ഖുർആൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അങ്ങനെ വേണോ ഉമറേ? ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷം അവസാനം ആ ദൗത്യം ആരെയാണ് ഏൽപ്പിക്കുക? അതിന് രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യമില്ല. അത് സയ്യിദ് ഇബ്നു സാബിത്ത് നിർവഹിക്കട്ടെ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു കാതിബു വഹി റസൂലില്ലാഹ്, നബി തങ്ങളുടെ വഹി എഴുതിവെക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ സയ്യിദ്? 13ാമത്തെ വയസ്സിൽ തന്നെക്കാൾ വലിയ ഒരു വാളും പിടിച്ച് സ്വഹാബത്ത് പറയാണ്, തന്നെക്കാൾ വലിപ്പമുള്ള ഒരു വാളും പിടിച്ചിട്ട് 13 വയസ്സുകാരൻ ബദറിന്റെ രണാങ്കണത്തിലേക്ക് വന്നപ്പോഴാണ് നബിതങ്ങൾ സയ്യിദിനെ ആദ്യമായിട്ട് കാണുന്നത്. ആരാണിത്? സയ്യിദോ? എന്തിനാ സയ്യിദ് ഇങ്ങോട്ട് വന്നത്? അങ്ങയോടുകൂടെ ഞാനും യുദ്ധം ചെയ്യാനാണ്. 13 വയസ്സുകാരനായ ഒരു കുട്ടിയെ ആലോചിച്ചു നോക്കുങ്ങള്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനെ, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെ കുട്ടികളെ ആലോചിച്ചു നോക്ക്. അവനേക്കാൾ വലുപ്പുണ്ടായിരുന്നു അവന്റെ കയ്യിലുള്ള വാളിന് എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, സയ്യിദേ, യുദ്ധം ചെയ്യാൻ പറ്റൂല, പ്രായമായിട്ടില്ല. പറഞ്ഞു, നബിയേ, എനിക്ക് യുദ്ധം ചെയ്തേ മതിയാവും. അങ്ങനെയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമ്മാനെ വിളിക്കാൻ വേണ്ടി സ്വഹാബത്തിനോട് പറയുന്നത്. സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമ്മ ഈ മോനെ വലിച്ചുകൊണ്ട് പോവാണ് വീട്ടിലേക്ക്. റസൂലുള്ളാഹി നിന്നോട് മടങ്ങാൻ പറഞ്ഞതല്ലേ? വീട്ടിലേക്ക് പോയിട്ട് ആ മാതാവ് മോനെ വീടിന്റെ ഉള്ളില് ബന്ധിച്ചിട എന്ന് പറഞ്ഞ കഥ കടച്ചിട്ട് മോനെ വീട്ടിലിട്ടിട്ട് പിന്നെ മാതാവ് ഉപദേശിക്കാൻ. എന്താ ഉപദേശം? ഉമ്മാന്റെ മോനടാ, ആ വാളവിടെ വെക്ക്, നിനക്ക് 13 വയസ്സാ പ്രായം, നീ വാളവിടെ വെച്ചിട്ട് ഉമ്മാന്റെ കുട്ടി പേന എടുക്കും. അങ്ങനെ 13 വയസ്സുകാരന്റെ കയ്യില് പേന പിടിപ്പിച്ചിട്ട് അറബി ഭാഷ, ഈ ഉമ്മാക്ക് നല്ല രൂപത്തിൽ അറബി ഭാഷ അറിയാം. ഈ മോനെ ആദ്യമായിട്ട് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ മാതാവ്. ഫുസ്ഹയായ അറബി ഭാഷ പഠിപ്പിക്കാൻ ഏകദേശം 1 കൊല്ലം കൊണ്ട് മോനെ അറബി ഭാഷ പഠിച്ചു. പിന്നീട് ഉമ്മ കൊണ്ടുപോയിട്ട് മറ്റു ഭാഷകൾ പഠിപ്പിക്കാൻ. അവസാനം 16ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ മദീനയുടെ ചുറ്റുഭാഗത്തുള്ള റോമയും ഗ്രീക്കും നിന്നൊക്കെ മഹാനായ നബിതങ്ങൾക്ക് കത്ത് വരും. ഹെറാക്ലിയസിന്റെ കത്ത് വരുന്നുണ്ട്, കിസ്റായുടെ കത്ത് വരുന്നുണ്ട്. ആ കത്തുകളൊക്കെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കത്തിങ്ങനെ ഉയർത്തിപ്പിടിക്കും. ആരാണിതൊന്ന് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ? സ്വഹാബികളിൽ ഒരാൾക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല. അവിടെയാണ് 16കാരൻ എണീറ്റ് നിന്നത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു തരാം നബിയെ. ആരാണ് സയ്യിദോ? അങ്ങനെയാണ് സയ്യിദ് തർജുമാനു റസൂലില്ലാഹ്, നബി തങ്ങളുടെ ട്രാൻസ്ലേറ്റർ എന്ന പദവിയിലേക്ക് കടന്നു വരുന്നത്. നബി തങ്ങളുടെ ട്രാൻസ്ലേറ്റർ 16ാമത്തെ വയസ്സിൽ. ഒരു ഭാഷ പഠിക്കാൻ 1 മാസമൊന്നും വേണ്ട എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചെന്നതും സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇപ്പൊ കണ്ടില്ലേ, 2 മാസത്തെ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ട്യൂഷനൊക്കെ വെച്ചിട്ട് ഓൺലൈൻ ട്യൂഷനുകളിലൊക്കെ പഠിപ്പിക്കാം. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു കത്ത് വന്നു. ഹീബ്രു ഭാഷയിലാണ് അത് ഉണ്ടായിരുന്നത്. നബി തങ്ങൾ ചോദിച്ചു, സയ്യിദേ, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഭാഷ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ നബിയെ. നിനക്ക് ആ ഭാഷ പഠിക്കാൻ എത്ര സമയം വേണം? എനിക്ക് പറ്റാവുന്ന അത്ര വേഗത്തിൽ ഞാൻ ആ ഭാഷ പഠിച്ചു വരാം. സയ്യിദ് പോയി 17ാമത്തെ ദിവസം മടങ്ങി വന്നു. നബിയെ, കത്തിങ്ങ തരൂ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. 17 ദിവസം കൊണ്ട് ഒരു ലാംഗ്വേജ് ഈ 16 വയസ്സുകാരൻ പഠിച്ചു. 17 ദിവസം കൊണ്ട് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് സദാസമയം നബിതങ്ങളുടെ കൂടെ കൂടിയത്. നബിതങ്ങളുടെ വഹയിന്റെ സംരക്ഷകനായി മാറാൻ ഈ കുഞ്ഞിന് പിന്നെ സാധ്യമാകുന്നത് ഉമ്മ കൊടുത്ത ഈ അറബി ഭാഷയിലെ കഴിവാണ്. 13ാമത്തെ വയസ്സിൽ മോന്റെ കയ്യിൽ നിന്ന് വാളവിടെ വെക്കും ഉമ്മാന്റെ കുട്ടി. പേന എടുക്കെന്ന് പറഞ്ഞിട്ട് അറബി എഴുതിപ്പിച്ച് പഠിപ്പിച്ച് തുടങ്ങിയ ആ ഉമ്മാന്റെ അക്കൗണ്ടിലേക്ക് പോകും. ഇന്ന് നമ്മൾ ഇരുന്നിട്ടൊരു യാസീൻ ഓതിയാൽ ഈ മുസാഫ് ആദ്യമായിട്ട് ക്രോഡീകരിച്ചതാര്? ഇന്ന് നമ്മൾ വായിക്കുന്ന റസ്മുൽ ഉസ്മാനി, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മുൽ കിതാബാണ്. ആ ഉമ്മുൽ കിതാബ് ക്രോഡീകരിച്ചതാരാണ്? സയ്യിദ് റളിയല്ലാഹു അൻഹു
ആ സയ്യിദിന് അറബി പഠിപ്പിച്ചതാരാണ്? പ്രിയപ്പെട്ട ഉമ്മയാണ്. അപ്പൊ യാസീനിന്റെ ഒരു മിഥില് സവാബ് പോണത് ഉമ്മാന്റെ അക്കൗണ്ടിലേക്കാണ്. അങ്ങനെ ഉണ്ടോ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ ആസാറഹും. നിങ്ങൾ ചെയ്തതും അനന്തരം നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലനങ്ങളായി ഉണ്ടായതും നിങ്ങളുടെ നന്മയിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന അല്ലാഹ് പറഞ്ഞു സൂറത്ത് യാസീൻ. അതുകൊണ്ട് തന്നെ ആ ഉമ്മ അനുഭവിക്കുന്ന ഒരു ഭാഗ്യം എന്താണ്? അങ്ങനെ തിരുത്താൻ ഉമ്മാരുണ്ടാവുക എന്നുള്ളതാണ്. ബാപ്പമാർക്ക് കഴിയാന്നുള്ളതാണ്. മകന്റെ കൂടെ ഒരു അലിഫ് പറഞ്ഞു കൊടുക്കാൻ. മാ നഹല വാലിദുൻ വലദ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു ബാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ട അല്ലാഹുമ്മ അല്ലിം വഅല്ലിംഹുൽ ഖുർആൻ. മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കൽ ബാപ്പമാര് ചെയ്യേണ്ട ഉത്തരവാദിത്തം. ഖുർആനിന്റെ ആശയങ്ങൾ, ഖുർആനിന്റെ ദീൻ, ഖുർആനിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്, അല്ലേ? അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ആത്മീയമായ വിജ്ഞാനം എന്ന് പറയുന്നത് ഖുർആനിന്റെ ആശയങ്ങളെ അവരിലേക്ക് കൊടുക്കണം. അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അവരുടെ മാനസികമായ തലങ്ങളിൽ വലിയ ചേഞ്ച് അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, നിങ്ങൾ ഇക്കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് മുസ്ലിമായ ഒരു മനുഷ്യനുണ്ട്, മാർട്ടിൻ റോബർട്ട് എന്ന അദ്ദേഹത്തിന്റെ പേര്. ഓസ്ട്രേലിയക്കാരനായ മാർട്ടിൻ റോബർട്ട് ഏകദേശം ഒരു 5-6 മാസം മുമ്പ് ഇസ്ലാമിലേക്ക് വന്നു, മുസ്ലിമായി. അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്, ഒരു ആക്ടിവിസ്റ്റാണ്, അവിടുത്തെ ജേർണലിസ്റ്റാണ്, അറിയപ്പെട്ട ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉംറ നിർവഹിച്ച് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലെത്തിയപ്പോ അങ്കാറയിലെ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാർട്ടിൻ റോബർട്ട്, നിങ്ങൾ മുസ്ലിം ആവാനുള്ള കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാന് മുസ്ലിം ആവാനുള്ള കാരണം ഖുർആൻ പഠിച്ചതുകൊണ്ടാണെന്നല്ല, ഹദീസ് പഠിച്ചതാണെന്നല്ല, ഞാൻ മുസ്ലിമീങ്ങളെ കണ്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ കാരണം പറഞ്ഞത്. 15 കൊല്ലം ഐ ആം ലിവിംഗ് വിത്ത് മുസ്ലിംസ്. ഞാൻ 15 കൊല്ലമായിട്ട് മുസ്ലിമീങ്ങളോടൊപ്പമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ചോദിച്ചു, അതാരാണ് 15 കൊല്ലമായിട്ട്? അദ്ദേഹം പറഞ്ഞു, 15 കൊല്ലമായിട്ട് ഞാൻ ഗാസയിലെ ആക്ടിവിസ്റ്റാണ്. ഗാസയിലാണ് പ്രവർത്തിക്കുന്നത്. ഏത് ഗാസ? 2023 മുതൽ 25 വരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഗാസയിലെ, 2 കൊല്ലമായി നിരന്തര പോരാട്ടം നടന്ന ഗാസയിലെ ഒരു ആക്ടിവിസ്റ്റാണ് മാർട്ടിൻ റോബർട്ട്. അത് മുസ്ലിമായി. എന്തേ മുസ്ലിം ആവാനുള്ള കാരണം? ഗസയിലെ മക്കളെ കണ്ടതാണ് അദ്ദേഹം. എന്താ ഗസയിലെ മക്കളെ പ്രത്യേകത? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 14 വയസ്സുകാരിക്ക് മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് വായിച്ചത് നമ്മൾ മലപ്പുറം കൊണ്ടോട്ടിന്നാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ താങ്ങാനാവാതെ SSLCയുടെ റിസൾട്ട് വരുന്നതിന്റെ മുമ്പ് തന്നെ മനപ്രയാസം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമ്മൾ വായിച്ചത് നമ്മുടെ ജില്ലകളിൽ നിന്നാണ്. മുസ്ലിം പെൺകുട്ടികൾ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നത്. എന്നാല് കയ്യ് മുറിഞ്ഞു പോയ മനുഷ്യന്മാര്, കുട്ടികൾ, 14-13 വയസ്സുള്ള കുട്ടികൾ, കയ്യ് മുറിഞ്ഞുപോയി, ചെവി മുറിഞ്ഞുപോയി, കണ്ണൊന്ന് പൊട്ടിപ്പോയി, കാലൊന്ന് മുറിഞ്ഞുപോയി, വാപ്പയില്ല, ഉമ്മയില്ല, ജീവിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ല. അഭയാർത്ഥി ക്യാമ്പില് ഏറെ നേരം വരി നിന്നിട്ട് എറിഞ്ഞു കൊടുത്ത് കിട്ടുന്ന ഒരു ബ്രെഡും കഷ്ണം കൊണ്ട് ഒരാഴ്ച പച്ചവെള്ളവും കുടിച്ച് ജീവിക്കുന്ന ഫലസ്തീനിലെ ഒരു കുട്ടി ഇന്ന് വരെ ആത്മഹത്യ ചെയ്തോ? ഇല്ല. ഒരു നേരത്തെ വൈഫൈ കട്ടാവുമ്പോഴേക്ക്, പാസ്വേഡ് വൈഫൈ കട്ടാവുമ്പോഴേക്ക് നമ്മുടെ കുട്ടികൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ബാപ്പ ഒന്ന് ദേഷ്യപ്പെട്ടതിന്റെ പേര് വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഇക്കഴിഞ്ഞ 2 മാസം മുമ്പ് പെരിന്തൽമണ്ണക്കടുത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയെ, 16-കാരിയായ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് പോലീസ് പിടിക്കണ്ടായി. ഏത് സാഹചര്യത്തില്? അമ്മ എന്തിനോ ദേഷ്യപ്പെട്ടതാണ്. അമ്മ ദേഷ്യപ്പെട്ടപ്പോ മോള് വീട് വിട്ട് ഇറങ്ങിയിട്ട് നേരെ പോരുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് അവിടെ അങ്ങിങ്ങായി നടക്കുകയാണ്. അപ്പൊ 2-3 ചെറുപ്പക്കാർ വന്നിട്ട് അവളെ പരിചയപ്പെടുകയാണ്. 16 വയസ്സുകാരി. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു, വി ക്യാൻ ഗിവ് യു ഷെൽട്ടർ, ഞങ്ങൾക്ക് ഇവിടെ ഫ്ലാറ്റ് ഉണ്ട്, നിനക്ക് അവിടെ താമസിക്കാം. കൊണ്ടുപോയി ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു 5 പേര്, കാസർഗോഡ് ജില്ലക്കാരായ ആളുകൾ. പിന്നെ 4000 റുപ്യ കുട്ടിയുടെ കയ്യിൽ മടക്കി കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കോഴിക്കോട് ബീച്ചിൽ തന്നെ ഒഴിവാക്കി. പിറ്റേന്ന് അവിടുത്തെ കോസ്റ്റ് ഗാർഡ് കണ്ടു ഈ കുട്ടിയെ. ശരീരമാസകലം വേദനയായിട്ട് നടക്കുകയാണ് ഈ കുട്ടി. 16 വയസ്സുകാരി. മോളെവിടുത്ത? ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു. എന്ത് വന്നത്? ഞാൻ ഇന്നലെ പുറപ്പെട്ടതാണ്. എന്തേ ഇവിടെ സംഭവിച്ചത്? ഇന്നലെ എന്നെ കുറച്ച് ചെറുപ്പക്കാർ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവരെന്തൊക്കെയോ ചെയ്തു. നേരെ പോലീസിൽ ഏൽപ്പിച്ചു.
പെരിന്തൽമണ്ണ മാർക്കറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുമടേറ്റുന്ന ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ മകൾ ആ വാപ്പാനെ വിളിക്കാണ് പോലീസ്, നിങ്ങളെ മോള് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വാപ്പ തിരിച്ചു വരുമ്പോഴേക്ക് മകളുടെ പലരും നഷ്ടപ്പെട്ടു പോയി. ഇതാ കാലഘട്ടം. ഈ കാലഘട്ടത്തിന്റെ മുമ്പിലാണ് നമ്മൾ പറയുന്നത് വഅല്ലിംഹുൽ ഖുർആൻ. ഖുർആനിന്റെ ആശയം പഠിച്ചത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ പാലസ്തീനിലെ മക്കൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരാത്തത്. അവരെ ഏത് പ്രതിസന്ധിയുടെ മുന്നിലും പിടിച്ചെന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഖൽബിൽ ഖുർആൻ ഉണ്ട് എന്നാണ്. അത് ഞാൻ വെറുതെ പറയില്ല. ഇക്കഴിഞ്ഞ 2024 2023 യുദ്ധം തുടങ്ങി 25-ലാണ് യുദ്ധം അവസാനിക്കുന്നത്. ഇസ്രായേലും ഗാസയുമായിട്ടുള്ള ഹമാസുമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധം അവസാനിച്ചിട്ട് ഖാൻ യൂനിസ് പട്ടണത്തിലെ 2 നില വീടിന്റെ മുകളിലേക്ക് ഒരു മിസൈൽ വന്ന് വീണ്. ആ മിസൈൽ വന്ന് വീണത് ഒരു വീടിന്റെ മുകളിലാണ്. ആ വീട് നിശേഷം തകർന്നുപോയി. ആ വീട്ടിലുണ്ടായിരുന്നത് ഒരു വാപ്പയും 4 പെൺമക്കളും. മുഹമ്മദുൽ മിസ്രി എന്ന വാപ്പാന്റെ പേര്, ഫാത്തിമ നദ എന്ന മൂത്ത മോളെ പേര്, ബാക്കി 3 പെൺകുട്ടികൾ, 4 പെൺകുട്ടികളും ബാപ്പയും. അവര് നേരെ റാഫയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് വരികയാണ്. ആ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു കൊല്ലം കഴിച്ചുകൂട്ടി. യുദ്ധം അവസാനിച്ചു. നാട്ടിലേക്ക് പിന്നെ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് പത്രമാധ്യമങ്ങൾ വന്നിട്ട് ആ വാപ്പാനെ വളയാൻ, എന്നിട്ട് ചോദിച്ചു, 365 ദിവസമായിട്ട് നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു, എന്താണ് വർത്താനം എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, അൽഹംദുലില്ലാ, സന്തോഷം. അഭയാർത്ഥി ക്യാമ്പിൽ ഇരുന്നിട്ട് എന്റെ മൂത്ത മകൾ ഫാത്തിമ നദ, അവൾ ഹാഫിളത്താണ്. അവളുടെ താഴെയുള്ള 3 കുട്ടികളെയും ഖുർആൻ ഹിഫളാക്കി മനപ്പാടമാക്കി കൊടുത്തു. അതുകൊണ്ട് ഇന്ന് എന്റെ 4 കുട്ടികളും ഖുർആൻ ഹാഫിളത്തുകളാണ്. ഹാഫിളത്താണെന്നല്ല, അവര് അർത്ഥമറിഞ്ഞ് ഖുർആൻ പഠിച്ചവരാണ്. അതാണ് അത് ഭാഗ്യം. ചൊല്ലി പഠിക്കാന്നല്ല, അർത്ഥമറിഞ്ഞ് ആശയം പഠിച്ച് ഖുർആൻ പഠിച്ചവരെ. അതുകൊണ്ടാണ് ജീലുൽ ഖുർആനാണ് അവർ. അതുകൊണ്ടാണ് അവരെ തളർത്താൻ കഴിയാതിരുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളിലേക്കൊക്കെ ആ ഒരു ഖുർആനിന്റെ ആശയങ്ങളെ സന്നിവേശിപ്പിക്കുന്ന പരിശുദ്ധമായ ദീനി ഉലൂമുകളെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ മദ്രസയെ സഹായിച്ചവർ, ഇതുമായി സഹകരിച്ചവർ, ഇതിനു വേണ്ടി ഇത്രയും കാലം ഇതിന് സേവനം ചെയ്തതിന്റെ പ്രവർത്തകന്മാർ എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. നന്ദി പറയാനുള്ള ചടങ്ങ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ പോകാവൂ. അസ്സലാമു അലൈക്കും.